വചനമൊഴി ജൂൺ 27. വചനഭാഗം റോമ 10:1-10, യോഹന്നാന്റെ സുവിശേഷം 19:30-37. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ആ വീഞ്ഞ് രുചിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവിനെ കയ്യാളിച്ചു. അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ ഈശോയെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കണ്ടതിനാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ അവന്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും ജലവും പുറത്തു വന്നു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവന്റെ അസ്ഥി തകർക്കപ്പെടുകയില്ല എന്ന ലിഖിതം പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു ലിഖിതം പറയുന്നു, തങ്ങൾ കുത്തിത്തുളച്ചവനെ അവർ നോക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത് ഈശോ കുരിശിൽ മരിച്ചതിനെ കുറിച്ചുള്ള വിവരണമാണ്. ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ വിലാവിൽ പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി. അവിടെ നിന്ന് രക്തവും ജലവും പുറപ്പെട്ടു. കർത്താവിന്റെ മരണം പടയാളികൾ സ്ഥിരീകരിച്ചത് വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയാണ്. ഈശോയുടെ ഹൃദയത്തെ കുറിച്ച് നൽകുന്ന ചിത്രീകരണം, അത് മുറിവേറ്റ ഹൃദയമാണ്, അത് ജ്വലിക്കുന്ന ഹൃദയമാണ്, അത് കിരീടം ധരിച്ച ഹൃദയമാണ്. കിരീടം വിജയത്തിന്റെ അടയാളമാണ്. മുറിവ് സഹനത്തിന്റെ അടയാളമാണ്. ജ്വലനം പ്രത്യാശയുടെ അടയാളമാണ്. സഹനത്തിലൂടെ കടന്നുപോയി വിജയം വരിച്ച് പ്രത്യാശ നൽകുന്ന ഈശോയുടെ ഹൃദയം, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ഈശോയുടെ മാധുര്യമുള്ള ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തിന് യോഗ്യമാക്കണമേ എന്ന്. നമ്മുടെ ഹൃദയങ്ങളും മുറിവേൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. സഹനങ്ങളിലൂടെയും മുറിവേൽക്കലുകളിലൂടെയും കടന്നു പോകുന്ന നമ്മുടെയും ജീവിത സാഹചര്യങ്ങള് വിജയത്തിന്റെ കിരീടമണിയുവാനുള്ള ഒരു പ്രത്യാശ നൽകുന്നത് ഈശോയാണ്. ഈശോയുടെ തിരുഹൃദയമാണ്. മുറിവേറ്റ ഹൃദയം വിജയ കിരീടമണിഞ്ഞ ഹൃദയമാണ്. അത് ജ്വലിക്കുന്ന ഹൃദയമാണ്. ഒരു മനുഷ്യ ശരീരത്തെ വിലയിരുത്തുമ്പോൾ മനുഷ്യന്റെ കേന്ദ്രം ഹൃദയമാണ്. ഹൃദയമാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ആധുനിക കാലത്തെ ചിന്താഗതി അനുസരിച്ച് ഒരുവനിൽ ബുദ്ധിയിരിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും തലച്ചോറ് കൊണ്ടാണ് എന്ന് പറയുമെങ്കിൽ, പ്രാചീന കാലത്ത് ഹൃദയമാണ് എല്ലാ തീരുമാനങ്ങളുടെയും കേന്ദ്രം. ഹൃദയമാണ് വിജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും കേന്ദ്രം. തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഹൃദയത്തിൽ നിന്നായിരുന്നാണ് ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുകയാണ്. ഈശോയുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയത്തെയും വിശുദ്ധിയുള്ളതാക്കി മാറ്റുവാൻ, ജ്വലിക്കുന്ന ഹൃദയമാക്കി മാറ്റുവാൻ, സഹനങ്ങളെ അതിജീവിച്ച് വിജയം നേടുന്ന ഹൃദയങ്ങളാക്കി മാറ്റുവാൻ നമുക്കും ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.